ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു മത്സ്യകന്യകയെ, അതായത് മെർമെയ്ഡിൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് മെർമെയ്ഡിനെ കാണാൻ വേണ്ടി പോയത് ഗായ്സ്. റീൽസിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻസ് ആണ്. റീൽസിലെല്ലാവരും മെർമെയ്ഡിൻ്റെ ഒന്ന് ഉമ്മയും വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കും ഗായ്സ്. അപ്പം ഞാനും വിചാരിച്ചു ഒരു മെർമെയ്ഡിനെ എന്തുകൊണ്ട് കണ്ടുകൂടാ. അങ്ങനെ മെർമെയ്ഡിനെ കാണാൻ വേണ്ടി പോയത് ഗായ്സ്. കുറേ കൂട്ടിലടച്ച കോഴിയെയും കുറേ കിളികളെയും കുറേ മീനുകളെയും മാത്രം ഞാൻ കണ്ടുള്ളൂ. നടന്ന് പോകാനുള്ള സ്പേസ് പോലും ഇല്ലായിരുന്നു ഗേസ്. അമ്മാതിരി തിരക്കായിരുന്നു. പഞ്ചായത്ത് ഏരിയ ഫുൾ അതിനകത്തുണ്ടായിരുന്നു ഗേസ്. പിന്നെ ഞാൻ എന്താ ഈ 2 കിളികളെയൊക്കെ നോക്കി, അവരടി ഉണ്ടാക്കുന്നത് നോക്കി. പിന്നെ ഇതാ കുറേ കിളികളെ മോൻ കണ്ടതൊന്നും ഞാൻ എന്തോ ചെയ്തെന്ന് ഗേസ്. ഞാനൊന്നും സത്യത്തിൽ ചെയ്തില്ല. അവരെന്താ എന്തോ ഗേസ് എന്നെ നോക്കി കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറേ എണ്ണം പിന്നാമ്പറം കാണിച്ചു. പിന്നാമ്പറം പോട്ടെ ഗേസ്. നെക്സ്റ്റ് ഇവരെന്തിനാന്തോ ഗേസ് ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിഞ്ഞൂടെ ഗേസ്. ഞാൻ ഒന്നും ചെയ്തില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ നടക്കാൻ തുടങ്ങി. കുറേ മീനുകളൊക്കെ കണ്ടു. പിന്നെ ഇത് എവരൊക്കെ ആയിരുന്നൊന്നും എനിക്കറിഞ്ഞൂടെ, എൻ്റെ അടുത്ത് ചോദിക്കരുത്. പിന്നെ നമ്മുടെ ന്യൂ എൻട്രി, അടുത്ത സെക്ഷനിലേക്ക് എൻട്രി ആയി ഗൈസ്. കുറേ ഓന്തിനെ കണ്ടു, കുറേ കിളികളെ കണ്ടു. അതിനെയൊക്കെ കണ്ട് നടന്നപ്പോഴായിരുന്നു നമ്മൾ മെയിൻ സാധനം വരാൻ തുടങ്ങിയത്, അതായത് മെർമെയ്ഡ് ഗൈസ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഫ്രണ്ടിൽ കയറണമെന്ന് വിചാരിച്ചതാണ്. തിരക്ക് കാരണം നിരങ്ങി ഏറ്റവും ബാക്കിൽ വന്നത് മാത്രം അറിഞ്ഞില്ല. പിന്നെ ആവശ്യമത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. പിന്നെ ബമ്പർ പ്രൈസ് എഴുതിയിട്ട് ഞാനിങ്ങ് പോന്നു. മെർമെയ്ഡിൻ്റെ ഉമ്മയോ കിട്ടിയില്ല, ബമ്പർ പ്രൈസെങ്കിലും കിട്ടട്ടെ ഗായ്സ്. അപ്പം ശരി, ബൈ, അടുത്ത വീഡിയോ കാണാം.